നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ഈ സിദ്ധർ തിരുമൂലർ കുറിച്ച് പറയുകയാണ്. ഞാൻ വച്ചിരിക്കുന്ന തിരുമൂലർ സിദ്ധർപീഠം കോയമ്പത്തൂരിൽ തിരുമൂലർ സിദ്ധർപീഠം വച്ചിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലുള്ള സിദ്ധന്മാരെ 18 സിദ്ധന്മാരെന്ന് വരിശപ്പെടുത്തും. നോർത്ത് ഇന്ത്യയിൽ സിദ്ധர்களுണ്ട്. നവനാഥ സിദ്ധர்கள், അവർ 9 പേര് നവനാഥ സിദ്ധர்கள். സൗത്ത് ഇന്ത്യയിലുള്ള സിദ്ധர்கள் 18 സിദ്ധர்கள். അത്രയും തമിഴിലാണ് എഴുതി വെച്ചത്. അവർ പഴയകാലത്താവുമ്പോൾ അവിടെ അപ്പോൾ മലയാളമില്ല, പിന്നെയാണ് മലയാളം വന്നത്. അതുകൊണ്ട് അവരുടെ റൈറ്റിങ്സ് എല്ലാം തമിഴിലേ ഉള്ളൂ. 18 സിദ്ധന്മാർ ട്രേസ് ചെയ്താൽ ആദ്യത്തെ 18, പിന്നെ 18, ഇങ്ങനെ അത് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ 18 സിദ്ധന്മാരുടെ ട്രഡീഷൻ എടുത്ത് വെച്ചാൽ 2 ലീഡേഴ്സ്. ഒന്ന് അഗസ്ത്യരുടെ ലീഡർഷിപ്പിൽ ഒരുപാട് സിദ്ധர்கள் വരും. അടുത്തത് തിരുമൂലരുടെ ലീഡർഷിപ്പിൽ അങ്ങേരുടെ ട്രഡീഷൻ. ഈ അഗസ്ത്യർ സിദ്ധവൈദ്യം, മർമ്മക്കല, അതേമാതിരി ശിവയോഗം എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരുമൂലർ ശിവയോഗത്തെയാണ് സ്പെഷ്യലൈസ് ചെയ്തത്, ശിവയോഗത്തെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തിരുമൂലരുടെ സ്റ്റുഡൻറ്റ് കാളങ്കിനാഥാണ് ചൈനയിൽ പോയി കൺഫ്യൂഷ്യസ് ആയത്. ഇപ്പോഴും അവിടെ കൺഫ്യൂഷ്യസിനെ അവർ ഹോൾഡ് ചെയ്യുന്നത് ഈ കാളങ്കിനാഥ്, സ്റ്റുഡൻ്റ് ഓഫ് തിരുമൂലർ. ഈ തിരുമൂലരും കാളങ്കിനാഥും സേലം ഇളംപിള്ളை എന്നുള്ള ക്ഷേത്രത്തിൽ അവിടെ അവർ ക്യാമ്പ് ചെയ്ത് ഇപ്പോൾ ക്ഷേത്രമുണ്ട്, തീർത്ഥങ്ങളുണ്ട്. അവിടെ നിന്നാണ് ആകായ മാർഗത്തിൽ ടെലിപോർട്ടേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് ചൈനയിൽ പോയി അവിടെ കാളങ്കിനാഥ് കൺഫ്യൂഷ്യസിന് അവിടെ സ്റ്റേ ചെയ്ത് അവിടെ ജനങ്ങളെ വഴി നടത്താനും പൊളിറ്റിക്കൽ അവയർനെസ്സും ഉണ്ടാക്കി. കൺഫ്യൂഷ്യസ് തിരുമൂലർ തിരിച്ച് ഇങ്ങോട്ട് വന്നു. ആ കൺഫ്യൂഷ്യസിൻ്റെ സ്റ്റുഡൻറ്റ് ആണ് ബോഹർ ടാവോ എന്ന് പറയുന്നത്. ബോഹർ ചൈനീസ് സ്റ്റുഡൻറ്റ്. അവിടെ കാളങ്കിനാഥിൻ്റെ പഠിച്ച് മതല ഇവിടെയും വന്ന് പഠിച്ച്. ബോഹർ പല സ്ഥലങ്ങളിൽ ബോഹറുടെ സമാധി എന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ സമാധിയിൽ നിന്ന് തിരിച്ചും വന്ന് ആസ്ട്രൽ രൂപം എടുത്ത് വന്ന് വീണ്ടും പല കാര്യങ്ങളിൽ വീണ്ടും സമാധി ആവുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ആയിട്ടുണ്ട്, കതിർഹാമത്തിലും ആയിട്ടുണ്ട്. ഈ ബോഹറുടെ സ്റ്റുഡൻറ്റ് അവരാണ് കൊങ്കണ സിദ്ധർ, കരുവൂർ സിദ്ധർ. ഈ ക്രിയാ ബാബാജിയും ബോഹറെ വഴിപ്പെട്ടാണ് അങ്ങനെ ശിവയോഗം പറയാൻ തുടങ്ങിയത്. ക്രിയായോഗം എന്ന് ബോഹറെ പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം ഈ ക്രിയാ ബാബാജി പിന്നെ ഇവിടെ കുറ്റാലത്തിൽ ചെന്ന് അഗസ്ത്യർത്തും പഠിച്ചിട്ട് പിന്നെയാണ് ധൂണഗിരിയിൽ പോയി ആ ഗുഹയിൽ പോയത്. സോ ഇങ്ങനെ തിരുമൂലർ ട്രഡീഷൻ അത് ഒരു സെപ്പറേറ്റ് ട്രഡീഷൻ. അപ്പോൾ ഇതിൽ ശിവ ആഗമങ്ങളെ ഫിൽട്ടർ ചെയ്ത് കൊടുത്തതാണ് ഇത്. ഇങ്ങനെ എഴുതിയ ബുക്കിൻ്റെ പേര് തന്ത്രങ്ങൾ. തന്ത്രം എന്ന് വെച്ചാൽ ക്ലാസിഫൈഡ് ആൻഡ് അതൊരു ഫോർമാറ്റ് ചെയ്ത് തരുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ് തന്ത്രം. അപ്പോൾ ഈ ശിവൻ നന്ദീശ്വരർക്ക് 28 ആഗമങ്ങളെ ബോധിപ്പിച്ചു. ആ 28 ആഗമത്തിൻ്റെ എസൻസ് നന്ദീശ്വരരാണ് തിരുമൂലർക്ക് നൽകിയത്. നന്ദി വഴി നടത്ത നാനിരുന്നേനെ, നന്ദിയാണ് ഇങ്ങയുടെ ഗുരുജി. അപ്പോൾ ഇത് തമിഴിൽ എഴുതി വെച്ച് എന്നെ നன்றாக പടൈത്തനൻ ഇറൈവൻ തന്നെ നன்றாയി തമിഴ് ചെയ്യുമാറേ. അത് തമിഴിൽ ശിവ ആഗമത്തിലുള്ള എസൻസ് എഴുതി വെച്ചതാണ് തിരുമന്ത്രം. ഈ ബുക്ക് ബേസ് ചെയ്താണ് ഞാൻ ശിവയോഗ ക്ലാസ്സൊക്കെ എടുക്കുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ചാപ്റ്റർ 3 ആൻഡ് ചാപ്റ്റർ 4 ഈ ശിവയോഗങ്ങളും ശക്തിപാത യോഗങ്ങളും പറയുന്നുണ്ട്. ഡിഫറെൻ്റ് ഇതിനെയാണ് ഞാൻ പറയുന്നത്. ഇതിൽ പറയുന്ന യോഗങ്ങൾ മറ്റ് ഇന്ത്യയിലുള്ള യോഗ ശാസ്ത്രങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതിനെയൊക്കെ സ്പെഷ്യലൈസ് ചെയ്താണ് ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്ത് ക്ലാസ് എടുക്കുന്നത്. ഞാൻ ശിവാനന്ദ ആശ്രമത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ യോഗ ടീച്ചർ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ഓസോ ടീച്ചർ ട്രെയിനിങ്, വിപാസന മെഡിറ്റേഷൻ എല്ലാം അറ്റൻഡ് ചെയ്താൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ തിരുമൂലർ സിദ്ധരുടെ യോഗങ്ങൾ. അതിനുവേണ്ടി തിരുമൂലർ സിദ്ധർപീഠം ആശ്രമവും ഞാൻ വച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ 1981 പേരാമ്പ്രയിൽ ഒരു ശൈവപീഠം ഏർപ്പെടുത്തിയിട്ടുണ്ട്, പുറയൻകോട് എന്നുള്ള ക്ഷേത്രത്തിൽ. അപ്പോൾ ഇപ്പോൾ വല്ലപ്പോൾ അവിടെ പോകുന്നുണ്ട് ഞാൻ. സോ ഈ തിരുമന്ത്രം അത് മലയാളത്തിലും
ചന്ദ്രശേഖരൻ നായർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചന്ദ്രശേഖരൻ നായർ ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്ക് തിരുമന്ത്രം. അപ്പം മലയാളത്തിൽ ഇത് വായിക്കണമെന്ന് വിചാരിച്ചാൽ ഈ ബുക്ക് ഇപ്പോൾ പ്രിൻ്റ് ഉണ്ടോയെന്ന് അറിയുന്നില്ല. ഇത് മുമ്പ് ഇത് കൊച്ചി ദേവസ്ഥാനം പബ്ലിക്കേഷനാണ്. ഒരു പാട്ടിൻ്റെ ട്രാൻസ്ലേഷനും അതിൻ്റെ മുഖ്യമായിട്ടുള്ള വിളക്കങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ തമിഴിലുള്ള ഗ്രന്ഥങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ തമിഴിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഇപ്പോൾ വന്ന് 3000 പാട്ട്. തിരുമൂലർ വന്ന് തിരുവാവടുതുറൈ എന്നുള്ള സ്ഥലത്ത് ഒരു അരയാലിൻ്റെ കീഴിൽ, അത് വലിയ അരയാൽ, പല നൂറ്റാണ്ട് അരയാലിൻ്റെ അടിഭാഗത്ത് ഇരുന്ന് ധ്യാനം ചെയ്ത് ഒരു കൊല്ലത്തിന് ഒരു പാട്ട് വീതം 3000 പാട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ കാപ്പർ പ്ലേറ്റിൽ എഴുതി തിരുവാവടുതുറയിൽ കിട്ടിയതാണ്. അതിനെ തൊകുത്ത് പല പുസ്തകങ്ങളുണ്ട്. അതിൽ വന്ന് ഇതായി ഈ സൈസിൽ 3-4 വാല്യൂമിൽ അവർ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. തിരുവാവടുതുറയിലുള്ള ഒരു പോയറ്റ് കമ്മിറ്റി ഇട്ടിട്ടുണ്ട്. അവർ കമ്മിറ്റിക്കാർ സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് എഴുതിയ ബുക്കാണ്. ഈ എക്സ്പ്ലനേഷനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. തിരുമന്ത്രത്തെക്കുറിച്ച് പലരും എഴുതാൻ, ആര് വേണമെങ്കിൽ ബുക്ക് എഴുതാം. പക്ഷേ ഇത് ഒരു ആതൻറ്റിക് ബുക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതുന്നത്. ഇതിലൊന്ന് ഇപ്പോൾ വന്ന് പല സീരിയലായിട്ട് പല എക്സ്പ്ലനേഷൻ കൊടുക്കാവുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ഒരു പാട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. പിന്നെ ഉള്ള അപ്ലോഡിങ്ങിൽ വേറെ അടുത്ത പാട്ടുകളും പറയാം. 1 അവൻ താനേ, 2 അവൻ இன்னருள், நின்றனன் மூன்றினுள், 4 உணர்ந்தான், 5 வென்றனன், 6 விரிந்தனன், 7 உம்பர் சென்றனன், താൻ ഇരുന്താൻ ഉണർന്ന് 8. ഇത് ഒരു പാട്ട്. ദൈവം എന്ന് പറയുന്നത് അത് എങ്ങനെ ഒന്നായിരിക്കുന്നു, ദൈവം നമ്മൾ എങ്ങനെ 2ആയിരിക്കുന്നു, എങ്ങനെ 3ആയിരിക്കുന്നു, 4ആയിരിക്കുന്നു, 5, 6, 7, 8, ഇങ്ങനെ 8 സ്റ്റേജിൽ പിരിച്ച് പറയുന്നു. അപ്പോൾ ദൈവം ഒന്ന് അങ്ങനെയെന്ന് പറഞ്ഞാൽ ശിവം എന്ന് പറയുന്നത് അതിൽ 2 എണ്ണം ഉണ്ട്. ശിവം എന്ന് പറഞ്ഞാൽ അരൂപ എനർജി, കോൺഷ്യസ്നെസ്. അതേ ഇത് ശിവന് നമ്മൾ രൂപം കൊടുത്ത് വഴിപെടുന്നതാണ് പുലിത്തോലൊക്കെ ഇരിക്കുന്ന രൂപം. അത് ശിവൻ എന്ന് പറയുന്നത്. അത് ശിവം, അതൊരു നാമം രൂപമില്ലാതെ ഒരു കോൺഷ്യസ്നെസ്. അപ്പോൾ അത് 2ആയിട്ട് നമ്മൾ പിരിച്ച് നോക്കിയാൽ ശിവനും ശക്തിയുമാവും. ശിവനും ശക്തിയുമാണ് രണ്ടാമത്, പരാശക്തിയുമാണ് 2ആയിട്ടിരിക്കുന്നത്. ഒരു കായിൻ്റെ 2 സൈഡ് മാതിരി, ഒരു സൈഡ് ശിവൻ്റെ, ഇന്നൊരു സൈഡ് ശക്തി. അതായത് പൊട്ടൻഷ്യൽ എനർജി ഒന്നാണ്. അത് 2 പിരിച്ചാൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജിയും പിരിക്കാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ അതിനാണ് ശിവം, മെഡിറ്റേറ്റിംഗ് ശിവ. കൈനറ്റിക് എനർജിയാണ് പരാശക്തി. ഇത് വന്ന് നിങ്ങൾക്ക് വന്ന് 2ആയിട്ട് പിരിക്കാം. ഉന്നതി സെയിം എനർജി. അടുത്ത് മൂന്നാമത് പിരിച്ചാൽ ശിവൻ, ശക്തി, നാരായണ എനർജി വരും. അതായത് ശിവം പോസിറ്റീവ്, അടുത്തത് വന്ന് ശക്തി നെഗറ്റീവ്, ആൻഡ് നാരായണ ന്യൂട്രൽ എനർജി, അങ്ങനെ വരും. അപ്പോൾ ഈ ന്യൂട്രൽ എനർജി വരുന്ന അതേമാതിരി ആട്ടം എടുത്ത് നോക്കിയാൽ അതിൽ വന്ന് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ തലയിൽ ഈ 3 എനർജി ഇരിക്കുന്നത് പീനിയൽ ഗ്ലാൻഡ് ശിവപീഠം, ഹൈപ്പോതലാമസ് നാരായണപീഠം, ആൻഡ് പരാശക്തി വന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡായിട്ട് ഇരിക്കുന്നു, പീഠങ്ങളായിട്ട്. ഇതേമാതിരി ഈ 3ആയിട്ട് ഇരിക്കുന്നത് വീണ്ടും നീങ്ങി നോക്കിയാൽ പശുപതി പാസം. അതായത് ശിവൻ 3 നിലയിലിരിക്കുന്ന മാൻ, മാറ്റർ, ഗാഡ്, അങ്ങനെ ഒരു 3 നിലയിലും ഇരിക്കുന്നു. അടുത്തത് 4 എന്ന് വെച്ചാൽ 4 വേദം. 4 വേദമും ശിവൻ്റെ രൂപമാണ്. വേദത്തെ രൂപമായിട്ട് കൊണ്ടിരിക്കുന്നത്. അതായത് രൂപമില്ല, മന്ത്രങ്ങളാണ്, മന്ത്രസ്വരൂപനായിരിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ 4 വേദവും ശിവൻ്റെ രൂപമായിട്ടിരിക്കുന്നു. അടുത്തത് 5 പുലനുകൾ, 5 അതായത് ജ്ഞാനേന്ദ്രിയങ്ങളെ ജയിച്ച ഒരു എനർജിയാണ് ശിവ എനർജി. 5 വെൻറ്റനെന്ന് വെച്ചാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ആരൊക്കെ ജയിക്കുന്നോ അവരൊക്കെ ശിവനിലയിലോട്ട് ഉയർന്നു പോകും എന്നുള്ളത് എക്സ്പ്ലെയിൻ. 5 ഇത് 6ആയിട്ടിരിക്കുന്ന 6 ആധാരങ്ങൾ, മനുഷ്യൻ്റെ 6 ആധാരങ്ങളിലിരിക്കുന്നു. 6 ആധാരങ്ങൾ വന്ന് എനർജി സപ്പോർട്ട് സിസ്റ്റം. ഈ അരൂപ എനർജി സ്റ്റോറായി നിൽക്കുന്ന അർഷൽ ബോഡിയിൽ നിൽക്കുന്നതാണ് ആധാരങ്ങൾ. അതായിട്ടിരിക്കുന്നതും ശിവൻ തന്നെ. അത് 7 വന്ന് 7ആയിട്ട് ആധാരം പ്ലസ് സഹസ്രാരം, അങ്ങനെ 7ആയിട്ട് നിൽക്കുന്നു. സപ്തസ്വരങ്ങൾ എന്ന് പറയുന്ന 7ആയി നിൽക്കുന്നു. അടുത്തത് 8 വെച്ചാൽ അത് വന്ന് നോർമൽ ഉണർവ്, അതായത് 5 അറിവ്, 6 അറിവ്. അത് കഴിഞ്ഞ് 7ാമത് 8ാമത്
അറിവ് നേടുമ്പോഴാണ് ഈ ശിവനോട് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ഈ ശിവം എന്ന കോൺഷ്യസ്നെസ് എങ്ങനെ ഒന്നായിട്ടും രണ്ടായിട്ടും 8 വരെ പിരിഞ്ഞ് നിൽക്കുന്നു, നമ്മൾക്ക് ഉണരാൻ എളുപ്പമായിട്ടുള്ള ഇതായി നിൽക്കുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തിരുമന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത തിരുമന്ത്ര പാട്ട് അടുത്ത അപ്ലോഡിൽ കാണാം. നന്ദി, നമസ്കാരം.